പരമപിതാവിനെ സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകിലും നീക്കിടുന്നു. പരമപിതാവിൻ സ്തുതി പാടാം. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയതാൽ പരമപിതാവിൻ സ്തുതി പാടാം. അമ്മയെപ്പോൾ നമ്മെ ഓമാനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയം മേകിയവൻ, നിത്യമാം ജീവൻ നൽകിടുന്നു. പരമപിതാവിനെ സ്തുതി പാടാം. കൂടുകളെ കൂടെ കൂടിലക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ, നീളം വാരിച്ചായി നാം നാശിച്ചിടാതെ പരമപിതാവിനെ സ്തുതി പാടാം. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടമാവൻ മുൻപിലാദരവാ. ഹല്ലേലൂയ പാടമോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിന് സ്തുതി പാടാം. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 124 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുന്നു. മാറാകട്ടെ. വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവിന് പറയുവാനുള്ളത്, ഇസ്രായേൽ മക്കൾ, ദൈവത്തിന്റെ ജനം പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നാം തകർന്നു പോകുമായിരുന്നു. എന്നാൽ പ്രിയരെ, അനവധി കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളിൽ ജീവിച്ച നമുക്ക്, ലോകത്തിലെ പല മനുഷ്യരെയും നാം രക്ഷയ്ക്കായി ആശ്രയിച്ചിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്നൊന്നും ലഭിക്കാത്തതായ ഒരു സന്തോഷവും സൗഖ്യവും സമാധാനവും തരുവാൻ നമ്മുടെ യേശു കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നറിഞ്ഞ് ആ യേശുവിനോട് നാം പ്രാർത്ഥിക്കുവാനും ആ യേശുവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി യേശുവിനോട് അറിയിക്കുമ്പോൾ, ഹല്ലേലൂയ, സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനത്താലും സൗഖ്യത്താലും സന്തോഷത്താലും ദൈവം നമ്മെ നിറയ്ക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ സമാധാനത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നത്. ലോക മനുഷ്യർ നോക്കുമ്പോൾ ഒരു ചെറിയ വാക്ക് കേട്ടാൽ പോലും പലവിധ ടെൻഷനുകളും വെപ്രാളങ്ങളും പരവേശങ്ങളും മനുഷ്യർക്കുണ്ടാകുന്നു. എന്നാൽ അനവധി കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒരു ദൈവ പൈതൽ കടന്നുപോയാലും ഹല്ലേലൂയ, അവരുടെ കൂടെ യേശു എന്ന രക്ഷകൻ ഉള്ളത് കൊണ്ട് അവർ ഭയപ്പെടാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുവാനിടയായി തീർന്നു. കാറ്റും കോളും പോലെ ഒന്നിനു പുറകെ ഒന്നായി പലവിധ രോഗങ്ങളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കങ്ങളോ ഹല്ലേലൂയ സ്വസ്ഥതയും സമാധാനം കുടുംബജീവിതങ്ങളിൽ ഇല്ലാത്ത അവസ്ഥകളൊക്കെയും കടന്നു വരുമ്പോൾ
ഒരു ദൈവ പൈതലിന് പറയുവാനായി കഴിയും, യേശു എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഈ പരീക്ഷാഘട്ടവും തരണം ചെയ്ത് പൊന്നുപോലെ ഞാൻ പുറത്തു വരും എന്നുള്ള ഉറപ്പും ധൈര്യവും അവർക്ക് പരിശുദ്ധാത്മാവാകുന്ന ദൈവം കൊടുക്കുവാൻ ഇടയായി തീരുന്നു. ഹല്ലേലൂയ. വിശുദ്ധ വേദഭാഗത്തിൽ മറ്റൊരു ഭാഗം നാം ചിന്തിക്കുമ്പോൾ 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒരു ദൈവ പൈതലിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത് അവരുടെ പാപങ്ങൾ, നമ്മുടെ ജീവിതങ്ങളിലെ കുറവുകൾ, പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അപ്രകാരം ശുദ്ധീകരണം പ്രാപിച്ച, ഹല്ലേലൂയ, അകത്തെ മനുഷ്യനായ നമ്മുടെ ആത്മാവിനേറ്റതായ കളങ്കങ്ങൾ, ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ശുദ്ധിയുള്ള മനസ്സിലേക്കാണ് യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ യാഗമായത് എന്നും, യേശു കർത്താവ് മനുഷ്യന്റെ പാപങ്ങളെ കാൽവരി ക്രൂശിൽ വഹിച്ചുകൊണ്ട് യാഗമായി തീർന്നു, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിന്നും ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, ആമേൻ. വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് യേശു കർത്താവ് മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, എൻ്റെ പാപം എത്ര കടുംചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയാലും അത് പഞ്ഞി പോലെ ആക്കി തീർക്കുന്നു. അപ്രകാരം യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തി അടുത്തതായി യേശു കാണിച്ച മാതൃക പ്രകാരം, ഹല്ലേലൂയ, ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനം ഏൽക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. ഒരു ദൈവ പൈതലായി യേശുവിന്റെ മകനായി മകളായി നാം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, യേശു കർത്താവ് യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനം ഏറ്റപ്പോൾ സ്വർഗം തുറന്ന് പിതാവായ ദൈവം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, ആമേൻ. പിതാവായ ദൈവം യേശു കർത്താവിനെ നോക്കി സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നു. യേശു സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം പ്രാവുന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ടാണ് യേശു കർത്താവ് അനേക അതിശയങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിന്റെ കല്ലറക്കൽ നിന്നുകൊണ്ട് അവന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും കരയുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സലിഞ്ഞ് യേശു കണ്ണുനീർ വാർത്തു എന്ന്, യേശു കരയുന്നതായ ഒരു രംഗത്തെക്കുറിച്ച്. അപ്പോൾ മനുഷ്യനെ, യേശുവിന്റെ സ്നേഹിതരായിരിക്കുന്ന മനുഷ്യരുടെ കഷ്ടതകൾ കാണുമ്പോൾ, കണ്ണുനീർ തൂകുമ്പോൾ യേശു മനസ്സലിയുന്നു, അവരോട് കൂടെ കരയുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായി കല്ലറയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് യേശു വിളിക്കുകയാണ്, ലാസറേ പുറത്തു വരിക എന്നുള്ള ആ ഇൻപ ശബ്ദം കേൾപ്പിച്ചപ്പോൾ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസർ പുറത്തു വരുവാൻ ഇടയായി തീർന്നു. പ്രിയരെ, ഇതുപോലെ നാമും നമ്മുടെ എല്ലാ, ഹല്ലേലൂയ, ആമേൻ, പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിന്റെ മധ്യ എല്ലാം അവസാനിച്ചു, ഹല്ലേലൂയ എന്ന് കരുതിയിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഇനി ഒരിക്കലും പരിഹാരം ലഭിക്കയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് പന്തിയിലിരുത്തുവാൻ, ഹല്ലേലൂയ, അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ തക്കവണ്ണം, കൂടെ ഇരുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ നമ്മുടെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാൻ യേശു കർത്താവിന് കഴിയും. ഹല്ലേലൂയ, യേശുവേ. ബർത്തിമായി എന്ന കുരുടൻ യേശു കർത്താവ് വഴിയിലൂടെ കടന്നു പോകുന്ന ആരവം കേട്ടപ്പോൾ യേശു കർത്താവ് ഹല്ലേലൂയ, ബർത്തിമായി നിലവിളിച്ചു, യേശു കർത്താവേ, ദാവീദ് പുത്ര
എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. അപ്രകാരം യേശുവിനോട് കരുണയ്ക്കായി യാചിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, യേശുവേ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിടിവിക്കുവാൻ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഏത് വിഷയമായാലും നമുക്ക് യേശുവിനോട് അപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, യേശു കർത്താവ് നമ്മുടെ അപേക്ഷ കേട്ട് നമ്മെ രക്ഷിക്കുവാൻ ഇടയായിത്തീരുന്നു. ദൈവത്തിന്റെ വചനത്തിലൂടെ നാം കേട്ടതുപോലെ ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇപ്പൊ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് ഒരു ശുദ്ധീകരണം പ്രാപിക്കുന്നതിനാണ്. ഹല്ലേലൂയ. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് കിടക്കും. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നാം വായിക്കുന്നു, എന്നാൽ നമ്മുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാൽ അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് യേശു കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം നാം പഠിക്കുമ്പോൾ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. പിന്നെ എന്താ കാര്യം? നമ്മുടെ അകൃത്യം അത്രേ നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ആ ഭിന്നതയുടെ അവസ്ഥ മാറി അപ്പനും മക്കളും എന്ന പോലെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രിയ മക്കളായി തീരുവാൻ മനസ്സുണ്ട് എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ യേശു കർത്താവ് നമ്മുടെ അരികിൽ തന്നെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് അരുളി ചെയ്ത യേശു കർത്താവ് നമ്മെ വലങ്കരം പിടിച്ചിരിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ്. ആ യേശുവിന്റെ സ്നേഹത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് യേശുവിന്റെ അതേ സ്വഭാവത്തിലേക്ക് നാം ആയിത്തീർന്നാൽ മാത്രമേ, ഹല്ലേലൂയ, മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ. അതിനുശേഷം മരിച്ചുപോയി ഈ ലോകത്തിലെ ജീവിതം ഈ ജഡശരീരത്തിൽ അവസാനിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെതായ ജീവിതം അവിടെ തുടങ്ങുകയാണ്, മറ്റൊരു യാത്ര തുടങ്ങുക. ആത്മാവ് തന്ന ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടതായ ഒരു വ്യക്തി യേശുവിന്റെ നാഥനും രക്ഷകനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിച്ച് രക്ഷാ അനുഭവം പ്രാപിച്ച്, ഹല്ലേലൂയ, ആയിരിക്കുന്ന ഒരു വ്യക്തി അടുത്തതായി ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകളും അനുസരിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ അവരുടെ പേര് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം എന്ന് കാണുന്നു. ഈ തീപ്പൊയ്കയിൽ വീഴാതെ, ഹല്ലേലൂയ, ആമേൻ, തന്നതായ ദൈവം തന്ന ആത്മാവ് തന്ന ദൈവത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ ആ നിത്യ സൗഭാഗ്യമായ ആ നിത്യജീവനിൽ കടക്കുവാനായിട്ട് നാം ഈ ഭൂമിയിൽ വച്ച് ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അവരവരുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായി കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. മരിച്ചതിന് ശേഷം ഒരു വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി മറ്റൊരു വ്യക്തിക്ക് പൂജകളോ കർമ്മങ്ങളോ ചെയ്ത് നിത്യനരകത്തിൽ നിന്ന് അവരെ നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് നിത്യജീവനിലേക്ക് കടത്തുവാനായി ആർക്കും കഴിയുകയില്ല. മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ മക്കളായി ജീവിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ദിനം തോറും പാപം നിറഞ്ഞ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ എന്നേക്ക് നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തന്നതായ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മെ ദിനംതോറും സകല സത്യത്തിലും വഴി നടത്തും. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. ദിനംതോറും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് വാക്കുകൾ കേട്ടനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് യേശുവിന്റെ അതേ സ്വഭാവത്തിലേക്കായി തീരുവാനായി കഴിയുന്നു. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവങ്ങളെല്ലാം മാറ്റി യേശുവിന്റെ സ്വഭാവം നമ്മിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് യേശുവിനോട് കൂടെ നിത്യയുഗായുഗം നിത്യജീവനിൽ വസിക്കുവാനായി കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലാതുള്ള
എല്ലാ വ്യക്തികളെയും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവരുടെ ആത്മാവിനെ ശരീരം മണ്ണിൽ മറവ് ചെയ്യുന്നു. എന്നാൽ ആത്മാവ് ഹല്ലേലൂയ ആമേൻ നിത്യ നരകത്തിൽ പോകുവാൻ ഇടയായിത്തീരുന്നു. യേശു കർത്താവ് പറഞ്ഞു, യേശു തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യേശുവിലൂടെ അല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തെ കടക്കുവാനായി കഴിയുകയില്ല. യേശുവാകുന്ന വാതിലിലൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തെ കടക്കുവാനായി കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. വേറെ വഴിയായി കടക്കുന്നവരെല്ലാം കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ഹല്ലേലൂയ ആമേൻ. യേശു കർത്താവ് നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു. ഹല്ലേലൂയ ആമേൻ. സ്വന്തം ജീവൻ തന്ന് യേശുവിന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നാം ദിനംതോറും ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിന്റെ പ്രിയമക്കളായി നിത്യജീവന് വേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ദിനംതോറും മാനസാന്തരപ്പെടുക, ദിനംതോറും ശുദ്ധീകരണം പ്രാപിക്കുക. അത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. നാം മരിക്കുവോളം ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ വരവ് വരെയും നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നത് വരെയും നിമിഷം തോറും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സമയത്തും യേശുവിന്റെ രക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണം, 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 ശുദ്ധീകരിക്കണം. ഈ പ്രാർത്ഥനയോട് കൂടി നാം മുന്നോട്ട് പോയാൽ ഹല്ലേലൂയ ആമേൻ നമുക്ക് ദൈവത്തിന്റെ മക്കളായി നിത്യജീവനിൽ കടക്കുവാനായി കഴിയും. അതിനായി പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ ഒരവസരം തന്നതിനായി നന്ദി പറയുന്നു. കർത്താവ് അങ്ങ് ചെയ്ത സകല നന്മകൾക്കും നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. സന്തോഷവും സൗഖ്യവും സമാധാനവും സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല ആത്മീയ അനുഗ്രഹത്താൽ നിറച്ച് നിത്യജീവനായി ഒരു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.